കോതമംഗലം കോട്ടപ്പടിയിൽ രൂക്ഷമായ കാട്ടാന ശല്യം. പുലർച്ചെ മേഖലയിലിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളും മതിലുകളും തകർത്തു. വന്യജീവി ആക്രമണം തടയാൻ സ്ഥാപിച്ച സോളാർ വേലികളും അപര്യാപ്തമാണെന്ന് നാട്ടുകാർ പറയും. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലാണ് കോട്ടപ്പടി വാവേലി നിവാസികൾ. വെള്ളിയാഴ്ച പുലർച്ചെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ നേരം പുലരും വരെ അവിടെ തുടർന്നു. വീടുകളുടെ മതിലും കൃഷിയിടങ്ങളും തകർത്തു. ജീവൻ കയ്യിൽ പിടിച്ചാണ് പലപ്പോഴും വീടിന് പുറത്തിറങ്ങുന്നതെന്ന് നാട്ടുകാർ. ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ പോണ മക്കളെ അവിടെയുള്ള 10 വീട്ടുകാർ ജോലി കഴിഞ്ഞ് എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ വന്നെ. കാരണം വെളുപ്പിന് ഞാൻ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. ഞാൻ ഇവിടുന്ന് 5 മണിക്ക് പോകണേ. ആ സമയത്ത് ആനേനെ പേടിച്ചാൽ കാണുന്നത്. ആനയിട്ടിട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ബൈക്ക്. എന്നിട്ട് ഫോറസ്റ്റുമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കടത്തി വിട്ടാണ്. അവർ ഫോറസ്റ്റ് വാച്ചർമാരും ഫോറസ്റ്റുമാരും അവിടെ നിന്ന് വിളിച്ചു വരുത്തും. അവർ വന്ന് നമ്മളെ കടത്തി വിടണേ. അപ്പം അത്രയും ഡേഞ്ചറായ പ്രശ്നമാണ്. കാട്ടാന, കാട്ടുപന്നി തുടങ്ങി പുലിയുടെ സാന്നിധ്യം വരെ കോട്ടപ്പടി മേഖലയിൽ ശക്തമാണ്. വന്യജീവി ശല്യം തടയാൻ വനം വകുപ്പ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇത് ഫലപ്രദമല്ല. ചിലയിടങ്ങളിൽ വേലി സ്ഥാപിക്കാത്തതും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ബൈക്ക് യാത്രക്കാരെ കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.